ആ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു നേരത്തെ ആഹാരമെങ്കിലും കിട്ടാതെ എത്രയോ പേർ നമ്മുടെ നാട്ടിലും വിഷമം അനുഭവിക്കുന്നുണ്ട്. മനുഷ്യൻ ഇത്രയും ക്രൂരനാവാൻ പാടില്ല. തെമ്മാടിത്തരമാകാം ഒരു പരിധി വരെ, പക്ഷേ ഈ തെമ്മാടിത്തരം അതൊരു തന്തയ്ക്ക് പറക്കാത്തവൻ്റെ ലൈസൻസായി ചില ഉദ്യോഗസ്ഥർ കരുതുന്നു എങ്കിൽ നീയൊക്കെ വെള്ളമിറങ്ങാതെ ചാവും. കണ്ടില്ലേ ആ കുഞ്ഞിൻ്റെ മുഖത്തെ ദൈന്യത? ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഫോട്ടോകളിൽ എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു ചിത്രമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ആ ചിത്രം ഒന്ന് സൂക്ഷിച്ച് നോക്കൂ. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആ ആഹാരം വിളമ്പിക്കൊടുക്കുന്ന മനുഷ്യൻ്റെ മുഖത്തേക്ക് ദൈന്യതയോടെയുള്ള ആ കുഞ്ഞിൻ്റെ നോട്ടം സത്യത്തിൽ എത്ര വേദന തോന്നുന്നു. വളരെ നിസ്സാരമായിട്ട് കരുതി പലരും ചിലപ്പോൾ ഈ ഒരു ചിത്രത്തെ പുച്ഛിച്ച് കളഞ്ഞേക്കാം. പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല. കാരണം ആ കുഞ്ഞിൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കിയാൽ അറിയാം, തനിക്ക് ഭക്ഷണം വിളമ്പിത്തരുന്ന ആ മനുഷ്യൻ്റെ മുഖത്ത് അവൻ കണ്ടത് സാക്ഷാൽ ദൈവത്തെയാണ്. അന്നം ദൈവമാണെങ്കിൽ അത് വിളമ്പിത്തരുന്നവരും നമുക്ക് ദൈവതുല്യം തന്നെയാണ്. ലോകത്തെ എത്രയോ ആൾക്കാർ ദിവസവും ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് മരിക്കുന്നു ഈ ലോകത്ത്. ഒരു നേരത്തെ ആഹാരമെങ്കിലും കിട്ടാതെ എത്രയോ പേർ നമ്മുടെ നാട്ടിലും വിഷമം അനുഭവിക്കുന്നുണ്ട്. ഈ വേദനകൾക്കിടയിലാണ് നമ്മൾ ഒരുപാട് വേദനയോടുകൂടി ഒരു വീഡിയോ, എന്നെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണാനിടയായത്. നമുക്കതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇത് ചെയ്തവൻ ആരായാലും അവനെ ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് ചെയ്യാൻ ഉത്തരവ് കൊടുത്ത ഏതെങ്കിലും ഒരു മേലാളൻ ഉണ്ടാവുമല്ലോ അധികാരത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അധികാരം തലയ്ക്ക് മത്ത് പിടിപ്പിച്ച ഏതോ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവിൻ്റെ ബലം പിടിച്ചുകൊണ്ട് ഈ തെമ്മാടിക്കൂട്ടം കാണിച്ചു കൂട്ടിയതൊക്കെയും എന്താ വൃത്തികേട് നിങ്ങളൊന്ന് ആലോചിക്കണം. കാരണം ആ കട തല്ലി തകർത്തത് നിമിഷ നേരം കൊണ്ടാണ്. പക്ഷേ ആ കടയ്ക്കുള്ളിലിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ വേണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും എടുത്തു കൊടുക്കാം. അതിൻ്റെ ഉടമസ്ഥൻ അത് ഉപേക്ഷിച്ചില്ല, അതിനെ എടുത്തു മാറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ജോലി ചെയ്യാമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ട, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ. എന്നാലും അതിനുള്ളിലിരിക്കുന്ന ഈ പഴവർഗ്ഗങ്ങളും ആഹാര സാധനങ്ങളും അതിനോട് നിങ്ങൾ എന്തിനീ ക്രൂരത കാണിച്ചു? മനുഷ്യൻ ഇത്രയും ക്രൂരനാവാൻ പാടില്ല. തെമ്മാടിത്തരമാകാം ഒരു പരിധി വരെ, പക്ഷേ ഈ തെമ്മാടിത്തരം അതൊരു തന്തയ്ക്ക് പറക്കാത്തവൻ്റെ ലൈസൻസായി ചില ഉദ്യോഗസ്ഥർ കരുതുന്നു എങ്കിൽ നീയൊക്കെ വെള്ളമിറങ്ങാതെ ചാവും. വെറുതെ പറയുന്നല്ല. ഒരു നേരത്തെ ആഹാരത്തിൻ്റെ വില എന്തെന്നറിയുന്ന ഒരു മനുഷ്യനെ കൊണ്ടും ചെയ്യാൻ സാധിക്കുന്നതല്ല ഈ പ്രവൃത്തി എന്ന് എനിക്ക് മനസ്സിലാകും. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമായിരിക്കും അവന് സ്വന്തമായ ഒരു വാടക കൊടുത്ത് ഒരു കെട്ടിടം എടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടായിരിക്കും അവൻ ഫുട്പാത്ത് കയ്യേറി ഒരു കട വെച്ചു. പക്ഷേ തീർച്ചയായും നിയമവിരുദ്ധമാണെങ്കിൽ അത് നീക്കം ചെയ്യാം. വ്യവസ്ഥാപിതമായ നിയമപരമായ മാർഗങ്ങളിലൂടെ അത് നീക്കം ചെയ്യാം. അത് ന്യായം. പക്ഷേ അതിന് പകരം അതിനുള്ളിലെ
ഭക്ഷണ സാധനങ്ങൾ, പഴവർഗ്ഗങ്ങൾ, മറ്റു ഭക്ഷ്യവസ്തുക്കൾ ഇതിനെയെല്ലാം നശീകരിച്ചുകൊണ്ടുള്ള ആ ഒരു നിങ്ങളുടെ പ്രവൃത്തിയെയാണ് ഞാൻ ഏറ്റവും അധികം എതിർക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പ്രവൃത്തി ഒഴിവാക്കാമായിരുന്നു. നിങ്ങൾക്കതിനുള്ള ഭക്ഷണ സാധനങ്ങൾ ഏതെങ്കിലും അർഹതപ്പെട്ടവർക്ക് എടുത്ത് കൊടുക്കാമായിരുന്നു. നിങ്ങൾ RCCയിലേക്ക് ഒന്ന് ചെന്ന് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആരോഗ്യപരമായി ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ജനം അധിവസിക്കുന്ന ഒരു ആശുപത്രിയിലേക്ക്, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന ചില കേന്ദ്രങ്ങളിലേക്ക് ചെന്ന് നോക്കണം. 1 കിലോ ഓറഞ്ചിന് വേണ്ടിയിട്ട് അതിനുള്ള പണമില്ലാതെ വിഷമിക്കുന്ന, ഈ തകർത്തിട്ടിരിക്കുന്ന ഈ വസ്തുക്കൾക്കിടയിലും കണ്ട സാധനങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഈ തന്തയ്ക്ക് പിറക്കായിക കാണിച്ചതാരായാലും, ഏത് ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവിൻ്റെ ബലം വെച്ചിട്ടായാലും ശരി, ഇത് അങ്ങേറ്റം അപലപനീയമാണ്, അസഹനീയമാണ്, ഹൃദയഭേദകമാണ്. ഇതുപോലെയുള്ള മനസ്സിനെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ ഇനിയെങ്കിലും കാണാതിരിക്കാനുള്ള ഒരു ദിവസങ്ങളാകട്ടെ മുന്നോട്ട് നമുക്ക് വരുന്നത്. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് അങ്ങേറ്റം വേദനാജനകമായിപ്പോയി, വളരെ കഷ്ടമായിപ്പോയി. പക്ഷേ ഇനി ഇത് ആവർത്തിക്കാതിരിക്കുക. ഭക്ഷണം നമുക്ക് വേണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും അത് ഉപകരിക്കുന്ന രീതിയിൽ ദാനം ചെയ്ത ശേഷം നിയമത്തിൻ്റെ വഴിക്ക് നടപ്പാക്കുക. പക്ഷേ നിയമം നടപ്പാക്കരുതെന്ന് പറയുന്നില്ല, നിയമം നടപ്പാക്കുക തന്നെ വേണം. പക്ഷേ നിയമം നടപ്പാക്കുമ്പോൾ ഇത്തരത്തിലുള്ള വേദനിപ്പിക്കുന്ന കാഴ്ചകൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക. അർഹതപ്പെട്ടവർക്ക് അതിനുള്ളിലെ ഭക്ഷ്യവസ്തുക്കൾ ദാനം ചെയ്യുക. അത്രയേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.